ഞാൻ പലപ്പോഴായിട്ട് ഷെയർ ചെയ്യണം എന്ന് കരുതിയ ഒരു കാര്യമാണ് നമ്മുടെ ലേറ്റർ ആക്സെൻസ് ഹെഡ്സെൻസ്, അതുപോലെ തന്നെ നമ്മുടെ സീസൺ പാരീസ് സിഗ്നേച്ചർ എന്ന് കിട്ടുന്ന ഇങ്ങനത്തെ ബ്രാൻഡുകളിലൊക്കെ വരുന്ന പെർഫ്യൂംസ്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് മേക്ക് ചെയ്ത് വരുന്ന പെർഫ്യൂംസ് ആണോ? ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണോ? പിന്നെ അതല്ല, ഇത് മെച്ചോർഡ് ആയ പെർഫ്യൂംസ് ആണോ? ഇത് ഓക്സിഡേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പറഞ്ഞ ബ്രാൻഡുകളിലുള്ള പെർഫ്യൂംസ് ഒന്നും തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന പെർഫ്യൂംസ് അല്ല. ഇതെല്ലാം പിന്നെ മെച്യൂരിറ്റി ആയ പെർഫ്യൂംസ് ആണ്. മോസ്റ്റ് ഓഫ് ദം ഒരു 2 months എങ്കിലും മെച്യൂരിറ്റി എത്തിയതിന്റെ ശേഷം പുറത്തോട്ട് എടുക്കുന്ന ഫ്രാഗ്രൻസസ് തന്നെയാണ്. അപ്പോ പിന്നെ അത് മാത്രമല്ല, ഇത് എന്താ പറയാ, ചിലര് ചോദിക്കും അന്ന് വാങ്ങിയപ്പോ ഒരു ഫ്രാഗ്രൻസ് ആയിരുന്നു, പിന്നെ വാങ്ങിയപ്പോ വേറെ ഫ്രാഗ്രൻസ് ആയി എന്നുള്ളത്. അപ്പൊ നമ്മള് ഇവിടുന്ന് പറയാറുള്ളത്, അങ്ങനെ ഒരു ബാച്ച് ഡിഫറൻസ് പറഞ്ഞ ഒരു സംഭവം വരികയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലാകെ ഏതൊരു പെർഫ്യൂമിലും ഉണ്ടാകുന്ന പോലത്തെ ഒരു കാര്യം മാത്രമേ സംഭവിക്കുള്ളൂ. കാരണം ഇത് ഫില്ല് ചെയ്ത് വെച്ച പെർഫ്യൂംസ് ആയിരിക്കും. അപ്പൊ ഈ ഫില്ല് ചെയ്ത് വെച്ച പെർഫ്യൂംസില് ഇപ്പോ ഒരു 3 മാസം മുന്നേ ഫില്ല് ചെയ്ത് വെച്ച പെർഫ്യൂമും ഒരു 2 ദിവസം മുന്നേ ഫില്ല് ചെയ്ത് വെച്ച പെർഫ്യൂമും തമ്മിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അത് ഈ ഓക്സിഡേഷൻ പോലത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ്. അതല്ലാതെ ഫ്രാഗ്രൻസിന്റെ കളറിലെ വ്യത്യാസം, അതല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസസ്, അങ്ങനെയുള്ളതൊന്നും വരില്ല. കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുല വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഇത് എന്താ പറയാ ഈ സാധനങ്ങൾ വരുന്നത്. സോ അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ ഇത് നമുക്ക് ഈ സാധനങ്ങൾ വരുന്നതൊക്കെ പെർഫ്യൂമറീസ് എന്നാണ്. അത് ഇന്ത്യന്റെ പുറത്തുനിന്നുള്ള പെർഫ്യൂമറീസ് എന്നാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സാധനങ്ങൾ നമ്മൾ ഒരു പെർഫ്യൂമറിയിൽ നിന്നാണ് ഒരു സാധനം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ട്രുസാഡി ഡോണ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണത്. ഇത് നമുക്ക് തന്ന ഒരു പെർഫ്യൂമറി ഉണ്ട്. അപ്പൊ ഈ പെർഫ്യൂമറിന്റെ കയ്യിൽ നിന്ന് നമ്മളൊരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും. ഇനിയിപ്പോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് ഫിനിഷ് ആവുന്നതിന് മുന്നേ നമ്മൾ ആ കമ്പനീനെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റോക്ക് എടുക്കും. പക്ഷെ അവർ പറയാണ് ഞങ്ങൾ അതിൽ ഇത് സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കമ്പനീനെ മീറ്റ് ചെയ്യൂല. അതാണ് നമ്മുടെ പ്രൊഡക്ട്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. ഇനി അങ്ങനെ നമുക്ക് അത് എന്തായാലും വേണം, അല്ലെങ്കിൽ മസ്റ്റാണ്, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒരു കമ്പനീന്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഈ പേരിലല്ല പിന്നെ വരിക. അത് നിങ്ങൾക്ക് നമ്മുടെ പെർഫ്യൂംസിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ലേറ്റർ ആദ്യം എൻസോ എന്നായിരുന്നു ലേറ്റർ. പിന്നെ ഇറോസ്, വെർസാച്ചെ ഇറോസിന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എൻസോ. ആ പഴയ സ്റ്റിക്കർ ഒക്കെ ഇവിടെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. അന്ന് 10 ml പെർഫ്യൂം ആയിരുന്നു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത്. പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ എൻസോ എന്നുള്ള പെർഫ്യൂം പിന്നെ നമുക്ക് കിട്ടില്ല. ആ പെർഫ്യൂമറിന്റെ കയ്യിൽ നിന്ന് അത് സ്റ്റോപ്പായി. അപ്പൊ അത് സ്റ്റോപ്പായപ്പോൾ പിന്നെ നമ്മൾ വേറെ പെർഫ്യൂമറിനെ കോണ്ടാക്ട് ചെയ്തു. അവരിന്ന് ടെസ്റ്റർ വാങ്ങിച്ച് ഇത് ക്വാളിറ്റി ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് വാങ്ങിച്ച്, അതാണ് പിന്നീട് വന്ന എൻസോ എലിക്സിർ ആയത്. പേര് മാറി. ആ എൻസോ എലിക്സിർ എന്നുള്ള പേരിലാണ് പിന്നെ ആ പെർഫ്യൂം വന്നത്. അത് പക്ഷെ അതിൽ പ്രൈസിൽ ഡിഫറൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് പിന്നെ കുറച്ചും കൂടി ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു വേറൊരു പെർഫ്യൂമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ വെറുതെ ഒരു സാമ്പിള് ഒന്ന് വരുത്തിച്ച് നോക്കി. അപ്പൊ അത് കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് പിന്നീട് എമേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ആക്സെൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതല്ലാതെ ഈ എൻസോ എലിക്സിറിനെ വിഡ്രോ ചെയ്തിട്ട് അവിടെ എന്താ പറയാ എമേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്തത്. എമേഴ്സൺ, കാരണം ഇത് തമ്മിൽ ഫ്രാഗ്രൻസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ എമേഴ്സൺ എന്ന് പറയുന്നത് ഇറോസ് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. എൻസോ എലിക്സിർ എന്നുള്ളത് ഇറോസ് EDTന്റെ ഇൻസ്പയർഡ് ആണ്. സോ ഇത് രണ്ടും തമ്മിൽ ഫ്രാഗ്രൻസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഒരിക്കലും ഒരാൾ ഈ എൻസോ എലിക്സിറിന്റെ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എമേഴ്സൺ കൊടുത്തിട്ട് ഇതാണ് ഇറോസ് എന്ന് നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറിനോട് പറയൂല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ഒരു സാധനം നിർത്തിയിട്ട് വേറൊരു കമ്പനീന്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു സാധനം ഒരിക്കലും ഫ്രാഗ്രൻസ് മാറൂല. അത് ചില ആളുകൾ വെറുതെ പറയണം. ചിലർക്ക് നമ്മളെടുത്ത് വന്നിട്ട് ആർഗ്യൂ ചെയ്യും, ഇത് അന്ന് വാങ്ങിയപ്പോ ഈ ഫ്രാഗ്രൻസ് ആ ഫ്രാഗ്രൻസ്. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ചിലർക്ക് ചില ഫ്രാഗ്രൻസുകൾ ചിലപ്പോൾ വേണ്ടി വരില്ല. അവരൊരു എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ആ ഫ്രാഗ്രൻസ് വന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അത് വേണ്ട. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും. പക്ഷെ അതിനിങ്ങനെ
വേറെ എന്തെങ്കിലും ഒരു കുറുക്ക് വഴിയിലൂടെ അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് ഇത് നിങ്ങൾ വേണ്ട അങ്ങനെ ആർഗ്യൂ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ റിട്ടേൺ തന്നോളൂ, ഇത് റിട്ടേൺ എടുക്കും, അതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്താ പറയാ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അത് അക്സെപ്റ്റ് ചെയ്യല്ല ഇനി എന്ത് അറ്റ് എനി കോസ്റ്റ് നമ്മളെ സൈഡിൽ നിന്ന് അത് അക്സെപ്റ്റ് ചെയ്യൂല. ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ കാരണം ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഇത്രയും കാര്യങ്ങള് നമ്മള് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ പിന്നെ അതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറയാണ് ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയപ്പോൾ ഉള്ള ഫ്രാഗ്രൻസ് അല്ല ഈ ആഴ്ച വാങ്ങിയതെന്നൊക്കെ പറഞ്ഞാൽ നോട്ട് അറ്റ് ആൾ അക്സെപ്റ്റബിൾ, അത്രേ പറയാനുള്ളൂ. അതുപോലെ വേറെയും പെർഫ്യൂംസ് അങ്ങനെ കമ്പനി മാറിയിട്ട് പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ നെയിം തന്നെ മാറ്റിയതുകളുണ്ട്. ഇപ്പോൾ കോസ്മോപൊളിറ്റൻ, മുമ്പ് കോസ്മോപൊളിറ്റൻ എന്ന് മാത്രമായിരുന്നു അതിന്റെ പേര്. അന്ന് അതിന്റെ പ്രൈസ് കുറച്ച് കുറവായിരുന്നു. പക്ഷെ ആ പ്രൊഡക്റ്റ് പിന്നീട് നമുക്ക് കിട്ടാതെ വന്നു. അങ്ങനെ പിന്നീട് വേറെ പെർഫ്യൂമറിൽ നിന്ന് എടുത്തു, പക്ഷെ അതിന് പ്രൈസ് കൂടുതലായിരുന്നു. അപ്പൊ അത് കോസ്മോപൊളിറ്റൻ എലിക്സർ എന്നുള്ള പേരിലാണ് വന്നത്. ഈ കോസ്മോപൊളിറ്റൻ എലിക്സറും സാധാരണ കോസ്മോപൊളിറ്റനും തമ്മിൽ ഫ്രാഗ്രൻസിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് രണ്ട് കമ്പനികൾ തന്നതായതുകൊണ്ട് അതിന് അങ്ങനെ ഒരു ഐഡന്റിറ്റി മാറ്റി വെച്ചതാണ്. കാരണം എന്നാലാണ് ഇത് ഒരു വാങ്ങിയ ഒരാളോട് പറയാൻ പറ്റുക ഇത് വേറെ പെർഫ്യൂമറിൻ്റെതാണ് എന്നുള്ളത്. കാരണം ഇതൊന്നും നമ്മൾ മേക്ക് ചെയ്യുന്നതല്ലല്ലോ, ഇത് ഓരോ കമ്പനികൾ അവരുടെ എന്താ പറയാ കെമിസ്ട്രികൾ മേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അതനുസരിച്ച് ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളാണ്, ചെറിയ നോട്ട്സിലാണ് ഈ ചെറിയ മാറ്റങ്ങൾ വരിക. അപ്പോൾ അങ്ങനെ ഉള്ളത് ഇങ്ങനെ ബ്രാൻഡ് നെയിമിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നെയിമിൽ ചേഞ്ച് വരുത്തിയിട്ട് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് പറയാണ്. പിന്നെ അതല്ല, അതുപോലെ തന്നെ ഫ്രാഗ്രൻസുകൾ ഇപ്പം ചിലർക്കുണ്ട് പിന്നെ ഇതിന്റെ മേലെ ഇവിടെ നീലാണ്, അതായത് ഇത് ബ്ലാക്ക് ആണ്, ഇനി ഇവിടെ പിങ്ക് ഉണ്ട്, ഇങ്ങനെ മൂന്നുണ്ട്. ഇത് മൂന്നും ഒരേ ആറ്റമൈസർ ആണ്. പക്ഷെ ഫോർ എക്സാമ്പിൾ ഇത് മൂന്നും ഒരു ഫ്രാഗ്രൻസ് ആണ് കരുതാം, മൂന്നും ഒരേ കളറുമാണ്. പിന്നെ ചില കസ്റ്റമേഴ്സ് പറയും നിങ്ങൾ ആദ്യം നീല അയച്ചത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു, ഇത് അയച്ചു ഇത് ലാസ്റ്റ് ചെയ്യുന്നില്ല, ഇത് തീരെ ലാസ്റ്റ് ചെയ്യുന്നില്ല ബ്ലാക്ക്, ഇങ്ങനെ പറയും. അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ഇതിപ്പോ ഇവിടെ ഈ ആറ്റമൈസേഴ്സ് വരുന്നത് ഓരോരോ കളറിലാണ്, അല്ലാതെ അതും പെർഫ്യൂമും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല. അപ്പൊ ഇതൊക്കെ ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. പക്ഷെ മെജോറിറ്റി ഓഫ് ദി കസ്റ്റമേഴ്സും നമുക്ക് നല്ല കസ്റ്റമേഴ്സ് തന്നെയാണ് ഉള്ളത്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ചിലർക്ക് അത് മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഈ ഡൗട്ട് അടിക്കും, ഇതെന്തോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ആ സാധനം ഉപയോഗിക്കാതെ ഒരു തവണ അടിച്ചു നോക്കുക. ഓക്കെ, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേഗം തിരിച്ച് കോണ്ടാക്ട് ചെയ്യുക. ഇത് നിങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് വേറെ തന്നേക്കോ അല്ലെങ്കിൽ എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നേക്കോ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാത്ത സാധനമാണെങ്കിൽ, അതായത് ജസ്റ്റ് ഒരു സ്പ്രേ അടിച്ചാൽ അതിന് കാര്യം മനസ്സിലാവും. അങ്ങനെയുള്ളത് നമുക്ക് ഇവിടുന്ന് റിട്ടേൺ എടുക്കാൻ പറ്റും. പിന്നെ ഈ റിട്ടേൺ എന്നുള്ളത് നമ്മളെ പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ വേറെ ചിലർ പറയും സാപ്പിലൊക്കെ റിട്ടേൺ എടുക്കും. സാപ്പിൽ എങ്ങനെ റിട്ടേൺ എടുക്കാൻ പറ്റുക? സാപ്പിൽ നമ്മളുമായി യാതൊരു ബന്ധവുമില്ല. സാപ്പിലൊരു ഡിസ്ട്രിബ്യൂട്ടറെ കയ്യിൽ നിന്ന് സാധനം എടുക്കുന്നു, പിന്നെ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്നു. ഇനി അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ടി വി വാങ്ങിച്ച പ്രശ്നം ഉണ്ടെങ്കിൽ ആ കടയിലല്ലോ കൊണ്ടുപോയി കൊടുക്കുക, പിന്നെ സർവീസ് സെന്ററിലല്ലേ കൊണ്ടുപോകാൻ എന്ന പോലെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനാണ് അവരുടെ കസ്റ്റമർ കെയർ ഡീറ്റെയിൽസ് മറ്റുള്ളതൊക്കെ അതിന്റെ മേലെ മെൻഷൻ ചെയ്തിട്ടത്. അത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ആറ്റമൈസർ വർക്ക് ചെയ്യുന്നെങ്കിൽ കമ്പനീനോട് ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അവർ റീപ്ലേസ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വാങ്ങിക്കുക. അതല്ലാതെ വാങ്ങിച്ച കടയിൽ പോയിട്ട് അതിനെ ഇതിൽ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ പല സ്ഥലത്തുനിന്നും ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ട്. അത് ചില കമ്പനിയുടെ പ്രൊഡക്ട്സ് ചില ബാച്ചിൽ പ്രശ്നങ്ങളുണ്ടാവും. അത് ആ കടക്കാരന് അതിൽ യാതൊരു റോളും ഇല്ല. കാരണം അയാളത് ജസ്റ്റ് പൊട്ടിച്ചു നോക്കുന്ന പോലുമില്ലല്ലോ. പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയ കാര്യമില്ല. പക്ഷെ നമ്മളെ ഓൺ പ്രൊഡക്ട്സ് ഇപ്പൊ നമുക്ക് നിങ്ങളിത് മിസ്റ്റേക്ക് ഉണ്ട് ഇത് എടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ് അത് എടുക്കാൻ. അത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഫോർ അവയർനെസ് പറഞ്ഞെന്നുള്ളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന പരിപാടികളൊന്നും നമ്മുടെ ബിസിനസ്സുകളിൽ എവിടെയും ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല. പിന്നെ അതുകൊണ്ട് ഇത് ഇന്നലെ വാങ്ങിയപ്പോൾ ഒരു ഫ്രാഗ്രൻസ്, ഇന്ന് വാങ്ങിയപ്പോൾ ഒരു ഫ്രാഗ്രൻസ്, അത് പറഞ്ഞു വരുന്നവരോട് എനിക്ക് ഒന്നേ പറയണം, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വാങ്ങിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് റിട്ടേൺ ഇടുക. പിന്നെ വെറുതെ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അക്സെപ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാ വെച്ചാല് അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അതല്ലാതെ നിങ്ങളുള്ള ദേഷ്യം കൊണ്ടോ നിങ്ങളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഫോർ അവയർനെസ് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായ ആളുകൾ തന്നെയാണ് കൂടുതലുള്ളത്. എന്നാലും മനസ്സിലാവാതെ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടാവും. Just for them.